മാന്യ സദസ്സിന് നമസ്കാരം. അണുപരീക്ഷണം ഇന്ന് ലോകത്തിന് ഭീഷണിയായി മാറിയിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങളിൽ മുൻപിട്ട് നിൽക്കുന്ന പല രാജ്യങ്ങളും അണുശക്തി സംഭരിച്ച് ലോകത്തിന് ഭീഷണി ഉയർത്തുകയാണ്. ഇതിൽ നിന്ന് പിന്മാറണം എന്നുള്ള ശക്തമായ ആവശ്യവും ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആഗസ്റ്റ് 29 അന്താരാഷ്ട്ര അണുപരീക്ഷണ വിരുദ്ധ ദിനമായി ലോകം ആചരിക്കുന്നത്. 2016 തുടക്കത്തിൽ ജനുവരി 6 ഉത്തര കൊറിയ നടത്തിയ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം സമാധാനപ്രിയരായ ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധയോടെ പടുത്തുയർത്തിയ ആണവ സുരക്ഷാ സംവിധാനത്തിന് ഏറ്റ പ്രഹരമാണ്. വൻ ശക്തികൾ ആശങ്കയോടെയാണ് ഇതിനെ കാണുന്നത്. പൂർവേഷ്യയിലെ ഈ പുതിയ സംഭവ വികാസത്തെ ലോകരാഷ്ട്രങ്ങൾ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതി അടിയന്തരമായി കൂടി ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചു. ആഗോളതലത്തിൽ നടക്കുന്ന ആണവ നിർവ്യാപന ശ്രമങ്ങളെ തച്ചുടയ്ക്കാൻ ഇത് ധാരാളം മതിയാകും. ഇറാന്റെ ആണവ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഇടയ്ക്ക് നടന്ന ഇസ്രയേൽ-ഇറാൻ യുദ്ധം പരിഹരിക്കാനായതിൻ്റെ ആശ്വാസത്തിലാണ് ലോകരാഷ്ട്രങ്ങൾ. പൂർവേഷ്യയിലെ പൊടുന്നനെ ആണവ ഭീഷണി ഉയരുന്നത് ആഗോള സുരക്ഷാ രംഗം കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഏറ്റവും പുരാതനമായ അണുസങ്കല്പം ഭാരതീയരുടേതാണ്. ബുദ്ധന്റെ കാലത്തിന് മുൻപേ ജീവിച്ചിരുന്ന കണാദ മഹർഷി വൈശേഷിക സൂത്രം എന്ന തൻ്റെ കൃതിയിൽ ദ്രവ്യത്തിൻ്റെ അതിസൂക്ഷ്മ രൂപമായി അണുവിനെ സങ്കല്പിച്ചിട്ടുണ്ട്. ഡെമോക്രിറ്റസ് തുടങ്ങിയ ഗ്രീക്ക് തത്വചിന്തകർ ദ്രവ്യത്തിൻ്റെ സൂക്ഷ്മവും അവിഭക്തവുമായ ഘടകങ്ങളെപ്പറ്റി ബോധവാന്മാരായിരുന്നു. ജോൺ ഡാൾട്ടൺ ആണ് ആധുനിക അണുസിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ഒരു രാസമൂലകത്തിൻ്റെ ഏറ്റവും ചെറിയ അംശമാണ് അണു. അണുവിഘടനവും അണുസംയോജനവും സ്ഫോടനാത്മകമായ ഊർജോൽപാദനത്തിന് കാരണമാണ്. വിഘടനത്തെ ആശ്രയിച്ചുള്ള ബോംബിനെയാണ് അണുബോംബ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. വിഘടനം ആരംഭിച്ചു കഴിഞ്ഞാൽ ബോംബിൽ അടക്കം ചെയ്തിട്ടുള്ള പദാർത്ഥം പൂർണ്ണമായും ഊർജമായും രൂപാന്തരപ്പെടുന്നതുവരെ പ്രസ്തുത പ്രക്രിയ തുടരും. നിയന്ത്രണങ്ങൾക്ക് എല്ലാം അപ്പുറമായി പുരോഗമിക്കുന്ന ഈ ശൃംഖലാ പ്രതിപ്രവർത്തനം അത്യുഗ്രമായ സ്ഫോടനത്തിൽ കലാശിക്കുന്നു. ഒരു ഐസോട്ടോപ്പിൻ്റെ സ്ഥിരത കണക്കാക്കുന്നത് അതിൻ്റെ അർത്ഥായുസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആകെ അണുക്കളിൽ പകുതി വേർപെട്ട് അപ്രത്യക്ഷമാകുന്നതിന് വേണ്ട സമയമാണ് അതിൻ്റെ അർത്ഥായുസ്. ചിലതിന് നിമിഷാർത്ഥങ്ങൾ മാത്രം മതിയെങ്കിൽ മറ്റു ചിലതിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങളാണ് അതിൻ്റെ പ്രത്യാഘാതമായി നിലനിൽക്കുന്നത്. അണുബോംബ് സ്ഫോടനം അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കുന്ന അഗ്നിഗോളമാണ് അതിൻ്റെ സവിശേഷ അടയാളം. ഇത് വളരെ വേഗത്തിൽ വളർന്ന് വികസിച്ച് ഒരു ബലൂൺ കണക്ക് ഉയരുന്നു. ഏതാണ്ട് 15 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും ഭീമാകാരമായ ഒരു കൂണിൻ്റെ ആകൃതി സൃഷ്ടിക്കുന്ന അഗ്നിഗോളം സ്ഫോടനത്തോടു കൂടിയായിരിക്കും. നിമിഷങ്ങൾ കൊണ്ട് ഈ അഗ്നിഗോളം ക്രമാതീതമായി വർദ്ധിക്കുന്നു. മർദ്ദവും ചൂടും കൊണ്ട് അതിശക്തമായ ആഘാതമാണ് ഉണ്ടാകുന്നത്. ഈ ആഘാതത്തിൻ്റെ തരംഗങ്ങൾ ചേതനവും അചേതനവുമായ സകലതിനെയും ഒരുപോലെ നശിപ്പിക്കുന്നു. താപനില ദശലക്ഷം ഡിഗ്രിയിൽ അധികം ഉയരുന്നതിനാൽ അന്തരീക്ഷവായു കത്തിജ്വലിച്ചുണ്ടാകുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭാപൂരം 100 കിലോമീറ്റർ അപ്പുറത്തു പോലും ദൃശ്യമാണ്. അണുബോംബ് വർഷിച്ചാൽ ഉണ്ടാകുന്ന അതിഭീകരമായ നാശം അപ്പോൾ മാത്രമായി ഒതുങ്ങുന്നില്ല. സ്ഫോടനത്തെ തുടർന്ന് പുറപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ വിനാശകരമായ ശക്തിയെ ദീർഘകാലം അവശേഷിപ്പിക്കുന്നു. വരാനിരിക്കുന്ന തലമുറകൾക്ക് പോലും വിനാശമൊരുക്കി കാത്തിരിക്കും. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അണുബോംബിൻ്റെ പ്രഥമ പരീക്ഷണം 1945 ജൂലൈ 16 അമേരിക്കയിലെ അലാമ 1 ഗോർഡോ എന്ന സ്ഥലത്തും ആദ്യ പ്രയോഗം 1945 ആഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമയിലും നിർവഹിച്ചു. ഇതിൻ്റെ ദുരന്തം ഇന്നും ഹിരോഷിമ ചുമക്കുന്നു. അണുഗവേഷണ രംഗത്ത് ലോകരാജ്യങ്ങളുടെ മുൻപന്തിയിൽ തന്നെ ഇന്ത്യ സ്ഥാനം നേടി. അണുനിർമ്മാണം, രൂപകൽപ്പന, പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു. 1944 ഇന്ത്യ അണുഗവേഷണ രംഗത്ത് കടന്നു വന്നത്. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് അണുശക്തി നിലയത്തിൻ്റെ 2ാം യൂണിറ്റും പ്രവർത്തനക്ഷമമായതോടെ ഇന്ത്യ അണുശക്തി രംഗത്ത് സ്വയം പ്രാപ്തരായി. ഇന്ത്യൻ ശാസ്ത്രജ്ഞർ തന്നെയാണ് കൽപ്പാക്കം പ്രൊജക്റ്റ് രൂപപ്പെടുത്തി എന്നുള്ളത് ശാസ്ത്രരംഗത്ത് ഇന്ത്യയുടെ മഹാനേട്ടമായി കാണാം. വ്യാവസായിക വളർച്ചയും അതുവഴി രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കും കാരണമാകും. സാങ്കേതികമായ വികാസം പ്രാപിച്ച ലോകരാഷ്ട്രങ്ങളുടെ ഒപ്പം എത്താൻ നമുക്ക് കഴിഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കാതിരിക്കാൻ സ്വന്തം നിലപാടുണ്ടാക്കി എന്നുള്ളതും ഇന്ത്യയുടെ കുറിപ്പാണ് സൂചിപ്പിക്കുന്നത്. രാജ്യത്തിൻ്റെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി അണുശക്തി ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഈ കാരണം കൊണ്ട് തന്നെ അണുശക്തിയെ ഊർജ്ജ വകുപ്പിൻ്റെ ഭാഗമാക്കാതെ
പ്രധാനമന്ത്രിയുടെ ചുമതലയിൽ പ്രത്യേകമായി നിലനിർത്തിയിരിക്കുന്നു. അണുബോംബ് നിർമ്മിക്കാനുള്ള ശേഷി ഇന്ത്യ കൈവരിച്ചു എന്നുള്ളത് പല രാജ്യങ്ങളും അസ്വസ്ഥത പുറപ്പെടുവിച്ചിട്ടുണ്ട്. അണുബോംബ് കൈവശമുള്ള രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങൾ അണുബോംബ് നിർമ്മിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ക്ലിൻ്റൺ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കാലത്ത് CTBT എന്ന ആശയം UN സഭയിൽ കൊണ്ടുവന്നു. ആണവായുധം കൈവശമുള്ള രാജ്യങ്ങൾ അത് ഉപേക്ഷിക്കണം എന്നതാണ് CTBT. പല രാജ്യങ്ങളും ഉപേക്ഷിക്കാത്തതുകൊണ്ട് ഇന്ത്യ ഇതിൽ ഒപ്പുവെച്ചില്ല. രാജസ്ഥാനിൽ പൊഖ്രാൻ മരുഭൂമിയിൽ വെച്ച് 1974 മെയ് 18-നാണ് ഇന്ത്യ അണുസ്ഫോടന പരീക്ഷണം നടത്തിയത്. 1998 മെയ് 11, 13 തീയതികളിൽ 5 സ്ഫോടനങ്ങൾ കൂടി ഇവിടെ നടത്തി. ഇതോടെ ഇന്ത്യ ആണവശക്തിയിൽ അജയ്യത നേടിയതായി ലോകത്തിന് ബോധ്യമായി. ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ പ്ലൂട്ടോണിയം വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഇന്ത്യക്ക് കൈവന്നു എന്ന വസ്തുത പല രാജ്യങ്ങൾ അസ്വസ്ഥരാക്കുന്നുണ്ട്. ആണവശക്തിക്കെതിരായി അതിശക്തമായ എതിർപ്പുകൾ ലോകത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രധാന കാരണം അണുശക്തി സുരക്ഷിതമാണോ എന്ന ആശങ്കയാണ്. ഇക്കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭ കർശനമായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ അംഗരാജ്യങ്ങളെയും ഇതിൻ്റെ ഭവിഷ്യത്തുകളും ലോകത്തിന് മൊത്തത്തിൽ ഉണ്ടാകാവുന്ന ഭീഷണിയും ചൂണ്ടിക്കാട്ടുന്നു. അതിൻ്റെ ഭാഗമായാണ് ലോക അണുപരീക്ഷണ വിരുദ്ധ ദിനാചരണം നടത്തുന്നത്. അണുശക്തി വിനാശകരമാണെന്നും ഒപ്പം രാജ്യത്തിൻ്റെ വികസനത്തിനും വ്യാവസായിക വളർച്ചയ്ക്കും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഇടയാകുമെന്നുള്ള ചിന്തകൾ ഇവിടെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം.